ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ക്ലാസ് 8 ഗണിത പ്രകാശിലെ ചാപ്റ്റർ 2 പവർ പ്ലേയിലെ കുറച്ച് MCQs ആണ് നോക്കാൻ പോണത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 5⁻0 പ്ലസ് 6⁻0 പ്ലസ് 7⁻0? അപ്പോൾ നമുക്കൊരു ലോ അറിയാം, n⁻0 ഈക്വൽ ടു 1. അതായത് എനി നമ്പർ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ 5⁻0 1 പ്ലസ് 6⁻0 1 പ്ലസ് 7⁻0 1. അപ്പോൾ ഇവിടെ സം എന്താണ്? 3. If 3⁻2x is equal to 81, what is the value of x? നമുക്ക് 3⁻2x is equal to 81 തന്നിട്ടുണ്ട്. ഇവിടെ ബേസ് 3 ആണ്. ഇനി 81നെ നമുക്ക് എന്ത് ചെയ്യാം? ബേസ് 3 വരുന്ന രീതിയിലേക്ക് മാറ്റാം. അപ്പോൾ 81നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 81നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 27, വീണ്ടും 3 വെച്ചിട്ട് 9, 3 3. അപ്പോൾ 81നെ എങ്ങനെ എഴുതാം? 81 is equal to 3⁻4. അപ്പോൾ 3⁻2x is equal to 81ന്റെ പ്ലേസിൽ എന്ത് എഴുതിയാൽ മതി? 3⁻4. ഇനി ഇവിടെ നോക്കുക, നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലും ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ബേസ് 3 ആണ്. അപ്പോൾ നമുക്ക് പവേഴ്സ് കമ്പയർ ചെയ്യാം. കമ്പയറിംഗ് പവേഴ്സ്. 2x is equal to 4. ഇവിടെ 2 into x ആണ് അല്ലേ? അപ്പോൾ അത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ x is equal to 4/2. So x is equal to 2. What is the simplified value of p raised to minus 2 q cube by p cube q raised to minus 2? അപ്പോൾ അത് നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാം. p raised to minus 2 q cube by p cube q raised to minus 2. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്പോണൻസിനെയൊക്കെ പോസിറ്റീവ് ആക്കണം. ഇവിടെ നമുക്ക് p raised to minus 2 ഉണ്ട്, അതുപോലെ ഡിനോമിനേറ്ററിൽ q raised to minus 2 ഉണ്ട്. അപ്പോൾ ഈ p raised to minus 2 ന്യൂമറേറ്ററിലാണ് അല്ലേ? അപ്പോൾ നമുക്കൊരു ലോ ഉണ്ട്, n raised to minus a equal to 1/n raised to a. അപ്പോൾ ഈ p raised to minus 2നെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നാൽ അത് പോസിറ്റീവ് ആവും. അതുപോലെ q raised to minus 2, അതിനെ നമുക്ക് എന്ത് ലോ യൂസ് ചെയ്യാം? 1/n raised to minus a. കണ്ടോ, അത് ഡിനോമിനേറ്ററിലാണ് നെഗറ്റീവ് പവർ വരുന്നത്, ഈക്വൽ ടു n raised to a. അപ്പോൾ ഈ രണ്ട് ലോ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതിൽ യൂസ് ചെയ്തിട്ട് നമ്മളിതിനെ രണ്ടിനെയും പോസിറ്റീവ് ആക്കും. അപ്പോൾ ഈ ക്യൂ സ്ക്വയറിനെ ഞാൻ ഈ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ p raised to minus 2നെ താഴേക്കും q raised to minus 2നെ മുകളിലേക്കും ഒറ്റ സ്റ്റെപ്പിൽ തന്നെ കൊണ്ടുപോവാണ്. അപ്പോൾ q സ്ക്വയർ q ക്യൂബ് ബൈ p raised to minus 2നെ താഴേക്ക് കൊണ്ടുപോകും. അപ്പോൾ p സ്ക്വയർ, ഇനി ഇവിടെ ഒരു p ക്യൂബ് കിടപ്പുണ്ട്, അത് എഴുതാം. p ക്യൂബ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ലോസ് ആണ് ഞാൻ റൈറ്റ് സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഈ രണ്ട് ലോസ്. ഓക്കെ, ഇനി നമ്മളെ ന്യൂമറേറ്റർ നോക്കുക, ക്യൂ സ്ക്വയർ ക്യൂ ക്യൂബ്. അവിടെ രണ്ടും ബേസ് സെയിം ആണ്. അപ്പോൾ നമുക്ക് ഏത് ലോ യൂസ് ചെയ്യാം? n raised to a ഇൻറ്റു n raised to b ഈക്വൽ ടു n raised to a പ്ലസ് b. അപ്പോൾ q raised to 2 പ്ലസ് 3 വരും, q raised to 5. സെയിം ലോ തന്നെ നമുക്ക് ഡിനോമിനേറ്ററിൽ യൂസ് ചെയ്യാം, p സ്ക്വയർ ഇൻറ്റു p ക്യൂബ്, സെയിം ബേസ് ആണ്. അപ്പോൾ p raised to 5. ഇനി ഇവിടെ നോക്കിക്കേ, രണ്ടിൻ്റെയും പവർ സെയിം ആണ്, 5 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഏത് ലോ യൂസ് ചെയ്യാം? n raised to a ഡിവൈഡഡ് ബൈ m raised to a is equal to n/m ഹോൾ raised to a. അപ്പോൾ q by p ഹോൾ raised to 5. അപ്പോൾ ഇതിലേതായിരിക്കും ഓപ്ഷൻ? ഫസ്റ്റ് ഓപ്ഷൻ. If 2 raised to x into 2 raised to x plus 1 is equal to 32, what is the value of x? അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. 2 raised to x into 2 raised to x plus 1. അപ്പോൾ ഇവിടെ ബേസ് സെയിം ആണ്. അപ്പോൾ നമുക്ക് ഏത് ലോ യൂസ് ചെയ്യാം? n raised to a into n raised to b is equal to n raised to a plus b. അപ്പോൾ 2 raised to x plus x plus 1 ഈക്വൽ ടു 2 raised to, ഇവിടെ 2x കൂടി ആഡ് ചെയ്യുക, അപ്പോൾ 2x plus 1. ഇനി RHS എന്താണ്? 32.
അപ്പോൾ 32 എന്ന് പറയുന്നത് നമുക്ക് 2ൻ്റെ ബേസ് 2 വരുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 32നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 32 2 വെച്ച് ചെയ്യുമ്പോൾ 16, വീണ്ടും 2 വെച്ച് ചെയ്യുന്നു 8, 2 വെച്ച് ചെയ്യുമ്പോൾ 4, വീണ്ടും 2 വെച്ച് ചെയ്യുമ്പോൾ 2. അപ്പോൾ 32 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 raised to 5. ഇനി നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഒരുമിച്ച് എഴുതാം. അപ്പോൾ 2 raised to 2x ഇൻറ്റു ക്വസ്റ്റൻ ഒന്നുകൂടെ എഴുതുവാണേ 2 raised to x plus 1 equal to 32. അപ്പോൾ നമുക്ക് 2 raised to x ഇൻറ്റു 2 raised to x plus 1 എന്ത് കിട്ടിയിട്ടുണ്ട്? ഇവിടെ 2 raised to 2x plus 1. അപ്പോൾ 2 raised to 2x plus 1 equal to 2 raised to 32ന് പകരം 2 raised to 5 കിട്ടി, അത് എഴുതി. ഇനി ഇവിടെ രണ്ടിൻ്റെ ബേസ് നോക്കിക്കേ സെയിം ആണ്, 2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? പവേഴ്സ് കമ്പയർ ചെയ്യാം. അപ്പോൾ കമ്പയറിങ് പവേഴ്സ് 2x plus 1 equal to 5. 2x is equal to ഈ പ്ലസ് 1 റൈറ്റ് സൈഡിൽ കൊണ്ടുപോവുക. റൈറ്റ് സൈഡിലേക്ക് ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? മൈനസ് ആവും. 5 minus 1. 2x is equal to 4. x is equal to 4/2. x is equal to 2. xന്റെ വാല്യൂ 2. The planet Mars is approximately 22 crore 80 lakh kilometer away from the sun. What is the distance in standard form? അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം അല്ലെങ്കിൽ സയൻറ്റിഫിക് നൊട്ടേഷൻ അല്ലെങ്കിൽ സയൻറ്റിഫിക് ഫോം ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും. ഇവിടെ എങ്ങനെയാണ് നമ്മൾ നമ്പർ എഴുതുന്നത്? വി റൈറ്റ് നമ്പേഴ്സ് ആസ് x ഇൻറ്റു 10 raised to y where x greater than or equal to 1 and x less than 10 is the coefficient and y the exponent is an integer. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? x ഇൻറ്റു 10 raised to y. ഈ x എന്ന് പറയുന്നത് 1ൻ്റെയും 10ൻ്റെയും ഇടയിൽ വരുന്ന ഒരു നമ്പർ ആയിരിക്കണം. അത് നമുക്ക് ഡെസിമൽ ആവാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇൻറ്റു 10 raised to y, ഈ y എന്ന് പറയുന്നത് ഇൻറ്റിജർ തന്നെ ആയിരിക്കണം. അവിടെ ഡെസിമൽ ഒന്നും വരാൻ പറ്റില്ല. ഓക്കെ, ഇനി നമ്മുടെ നമ്പർ നോക്കാം. അപ്പോൾ 22 crore 80 lakhs ആണ്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1ൻ്റെയും 10ൻ്റെയും ഇടയിൽ വരുന്ന ഒരു നമ്പർ ആയിരിക്കണം. അപ്പോൾ എങ്ങനെ എഴുതാം? 2.28 ഇൻറ്റു 10 എഴുതി. ഇനി എനിക്ക് y എങ്ങനെയാണ് എടുക്കണേന്നാണ് പറയാൻ പോണത്. അപ്പോൾ ഞാൻ ഈ നമ്പറിലേക്ക് നോക്കിയേ, ഈ നമ്പർ നോക്കിയേ. ഈ നമ്പറിൽ ഞാൻ എവിടെയാണ് പോയിന്റ് ഇട്ടത്? ഈ പ്ലേസിലാണ് പോയിന്റ് ഇട്ടത് അല്ലേ. ഇനിയിപ്പോൾ y എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഏറ്റവും റൈറ്റ് എൻഡിൽ പോവുക, എന്നിട്ട് അവിടെ നിന്ന് കൗണ്ട് ചെയ്യുക. എത്ര പ്ലേസ് നമ്മൾ ലെഫ്റ്റിലേക്ക് പോയി എന്നുള്ളത് കൗണ്ട് ചെയ്യുക. അപ്പോൾ 1 2 3 4 5 6 7 8 പ്ലേസസ് പോയി. അപ്പോൾ 10 raised to 8. ആ എത്ര പ്ലേസ് നമ്മൾ ലെഫ്റ്റിലേക്ക് പോയി അതാണ് നമ്മുടെ എക്സ്പോണൻ്റ് ആയിട്ട് വരേണ്ടത്. അപ്പോൾ 10 raised to 8 കിലോമീറ്റർ. Which of the following is or are equivalent to 10 raised to 5 into 100 raised to 5? ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ 10 raised to 5 into 100 raised to 5. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടിൻ്റെ പവർ സെയിം ആണ് അല്ലേ. അപ്പോൾ n raised to a into m raised to a is equal to n into m the whole raised to a. അപ്പോൾ ഇവിടെ 10 into 100 whole raised to 5 equal to 10 to 100 എന്താ? 1000 raised to 5. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ. തീർന്നിട്ടില്ല. 10 raised to 5 into 100 raised to 5. ഇതിനെ നമുക്ക് 10 raised to 5 അങ്ങനെ തന്നെ എഴുതി. ഇനി 100നെ നമുക്ക് എങ്ങനെ എഴുതാം? 10 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അപ്പോൾ 10 സ്ക്വയർ ദി ഹോൾ raised to 5. ഇനി 10 raised to 5 into 10 സ്ക്വയർ ദി ഹോൾ raised to 5 എന്ന് പറയുമ്പോൾ എന്താണ്? n raised to a the whole raised to b is equal to n raised to a into b. അപ്പോൾ എന്ത് വരും? 10 raised to 10. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ രണ്ടിൻ്റെയും ബേസ് സെയിം ആണ്. അപ്പോൾ n raised to a into n raised to b is equal to n raised to a plus b. അപ്പോൾ 10 raised to 15. അപ്പോൾ ആ ഒരു ഓപ്ഷൻ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനും ഇതിൻ്റെ ആൻസർ ആയിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.